നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് Fourier series of 2L periodic function ആണ്. 2L periodic function. നമ്മൾ പ്രീവിയസ് വീഡിയോയില് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2π periodic function. അതായത് ഒരു ഫംഗ്ഷന്റെ പീരീഡ് 2π ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള Fourier series expansion നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2L ആണ്. അതിനൊന്ന് ജനറലൈസ് ചെയ്തതാണ്. ജനറലൈസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഏത് പീരീഡ് വരുമ്പോഴും, അതായത് നമ്മൾ മുന്നേ ചെയ്തിരുന്ന പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയായിരുന്നു, ഒരു ഫംഗ്ഷനില് 2π കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യും, ആദ്യം ഉണ്ടായിരുന്ന അതേ വാല്യൂസ് തന്നെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരും. 2π പീരിയോഡിക് ഫംഗ്ഷൻ ആയിരുന്നു. ഒരു ഫംഗ്ഷന്റെ കൂടെ 2πയുടെ അതിങ്ങനെയാണ് ഉണ്ടായിരുന്നത്, f(x + 2π = f(x). അപ്പൊ എന്ത് ചെയ്യാണ്, ഓരോ 2π കഴിയുമ്പോഴും എന്ത് ചെയ്യും, അതിന് റിപ്പീറ്റേഷൻ വരും. ഇവിടെ എന്താണ്, എൽ ആണ്. എൽ എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആണ്. അപ്പൊ ഓരോ ഫംഗ്ഷനും ഓരോന്നായിരിക്കും. ചില ഫംഗ്ഷൻസ് എന്ത് ചെയ്യാണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഒരു പർട്ടിക്കുലർ നമ്പർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്പർ കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്. എല്ലാ സമയത്തും നമുക്ക് എന്ത് കിട്ടില്ല, 2π പീരിയോഡിക് ഫംഗ്ഷൻ തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് 2π നമ്മൾ പഠിച്ചത്. ഇതൊരു ജനറൽ കേസാണ്. ഈ ഒരു ഫോർമുല പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2πയില് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, ആർബിട്രറി പീരീഡ് ആണ് എൽ, 2L ആണ്. അതായത് ഒരു പീരിയോഡിക് ഫംഗ്ഷന്റെ പീരീഡ് 2L വരുന്നതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഫോർമുലാസ് ഒന്ന് നോക്കാം. എന്താണ്, Fourier series of 2L periodic function. Fourier series of 2L periodic function. The Fourier series of 2L periodic function f(x) initially defined over the interval minus L less than x less than L. Minus L less than x less than L is given by the Fourier series. ഇനി Fourier series ന്റെ ഫോർമുലയാണ്, നേരത്തെ അതേപോലെ തന്നെയാണ്. ആ മാറ്റം ഒന്ന് നോക്കുക. f(x) = a0/2. അത് തന്നെയായിരുന്നു ഫോർമുലയിൽ ഉണ്ടായിരുന്നത്. പ്ലസ് സമ്മേഷൻ n = 1 to infinity. അത് തന്നെയാണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച രണ്ട് മെത്തേഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, an cos nx ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, cos nπx/L. cos nπx/L ആണ്. cos nπx/L. ഇവിടെ എന്താണ്, dn sin nπx/L ആണ്. ഫോർമുലയിലുള്ള മാറ്റം sin nx പകരം എന്താ ഉള്ളത്, nπx/L എന്നാണ്. ഇനി ഇവിടെ എന്താണ്, a0 എന്ന് പറഞ്ഞാൽ എന്താണ്, a0 1/L. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവൽ എന്താ, -L to L ന്റെ ഇടയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. എന്താണ്, 1/L ഇന്റഗ്രൽ -L to L f(x) dx. അപ്പൊ -π to π 2π പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, -π to π f(x) dx. ഇവിടെ എന്താണ്, -L to L f(x) dx ആണ്. ഇനി a എന്ന് പറഞ്ഞാൽ എന്താ, 1/L ഇന്റഗ്രൽ -L to L f(x) cos nπx/L into dx. അവിടെ എന്ത് ചെയ്യും, nx മാറിയിട്ട് ആരാ വരുന്നത്, nx മാറിയിട്ട് ഇവിടെ വരുന്നത് എന്താണ്, nπx/L. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ വന്നിരിക്കുന്ന -π to π ഉള്ളത് എന്താണ്, -L to L. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവൽ. അതേപോലെ തന്നെ എന്താണ്, bn = 1/π into എന്താണ്, -L to L f(x) sin nπx/L into dx. sin nπx/L into dx. n = 1 to 3 etc. എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, നമ്മളുടെ ഫോർമുല എന്നാണ്. അപ്പോ Fourier series of 2L periodic function defined over the interval -L to L എന്ന് വരുന്നതാണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പഠിച്ചൊരു ഇന്റഗ്രേഷൻ ഒരു ഫോർമുല ഉണ്ട്. എന്തായിരുന്നു ഫോർമുല, ഇന്റഗ്രൽ -a to e f(x) dx എന്ന് പറഞ്ഞാല് രണ്ട് ആൻസറുകളുണ്ട്. ഒന്ന് 0യും ഒന്നെന്താണ് 0 to e f(x) dx എന്നുള്ള ഫോർമുല ഉണ്ട്. അതെപ്പോഴാണ്, ഫംഗ്ഷൻ ഈവൺ ആവുമ്പോൾ ഇതും ഓഡ് ആവുമ്പോൾ ഇതായിരുന്നു ആൻസർ. അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യം ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താ, -L to L ആണ്. അപ്പൊ അതെന്ത് ചെയ്യാൻ നമുക്ക് പ്രോബ്ലങ്ങളിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇന്റഗ്രേഷന്റെ ഫോർമുലയാണ്, ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടിയാണ്. ഫോർമുല ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഓർക്കേണ്ടത്. nx പകരം എന്ത് വരുന്നേ ഉള്ളൂ, nπx/L. nπx/L. ഇവിടെ എന്താണ്, -L to L വരും. ബാക്കി എല്ലാം അതേപോലെ തന്നെയാണ്. അപ്പൊ ഇത്രയാണ് എന്ത് ഫോർമുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് നോക്കുക. എന്താണ്, ഫൈൻഡ് ദ Fourier സീരീസ് ഫോർ ദി 2 പീരിയോഡിക് ഫംഗ്ഷൻ. 2 പീരിയോഡിക് എന്ന് പറഞ്ഞാൽ 2L എന്ന് പഠിക്കാറ് 2 പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഫംഗ്ഷന്റെ കൂടെ നമ്മൾ എന്താണ്, എക്സിന്റെ കൂടെ 2 എഴുതി കഴിഞ്ഞാൽ x + 2 എന്ന് പറഞ്ഞാൽ എന്താ, സെയിം വാല്യൂ തന്നെയാണ്, എക്സിന്റെ വാല്യൂ തന്നെയാണ് കിട്ടുക. ഓക്കെ, f(x) = 0 when -1 less than x less than 0, 1 when 0 less than x less than 1 ആണ്. അപ്പൊ ഇവിടെ എന്താണ്, 2L എന്ന് പറഞ്ഞാൽ ആരാ, ഇവിടെ 2
L എന്ന് പറഞ്ഞാൽ ആരാ? Here 2L is equal to ആരാണ്? 2 ആണ്. 2L is equal to 2 ആണ്. അപ്പൊ കോമ L is equal to എന്ത് വരും? 1 വരും. By definition Fourier series expansion എന്താണ്? By definition simple ആണ്. By definition Fourier series expansion f of x is equal to എന്താണ്? a0 by 2 plus summation n equal to 1 to infinity an cos n pi x by L ആണ്. cos n pi x by L. n by x by L എന്ന് പറഞ്ഞാൽ ആരാ? n pi x by 1 ആണ്. അപ്പൊ എന്ത് വരും? n pi x by 1 plus bn into sin n pi x by L എന്ന് പറയുന്നത് ഇവിടെ ആരാ? 1 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യാം? a നോട്ട് കാണണം നമുക്ക്. a നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1 by L. 1 by L എന്ന് പറഞ്ഞാൽ ആരാ? 1 by 1 ആണ്. ഇന്റഗ്രൽ -1 to 1. എന്തുകൊണ്ടാ -L to L എന്ന് പറയുന്നത്? f of x dx ആണ്. which is equal to integral -1 to 1 f of x. f of x എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക വാല്യൂ എഴുതാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? പ്രത്യേക വാല്യൂ എഴുതാൻ പറ്റാത്തത് -1 തൊട്ട് 0 വരെ 0യും എന്താണ് 0 തൊട്ട് 1 വരെ എന്താണ് 1 ആണ്. ഇവിടെ എന്ത് വരും? f of x dx. ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ -1 to 0 0 dx പ്ലസ് ഇന്റഗ്രൽ എന്താണ് 0 to 1 1 dx 1 dx which is equal to എന്താണ് 0 to 1 1 dx. ഇവിടെ എന്ത് വരും? x വരും. ഇതിന്റെ ആൻസർ 0 ആണ്. ഇതിന്റെ ആൻസർ x ആണ്. 0 to 1 which is equal to എന്താണ് 1. ഓക്കെ, ഇതാണ് എന്ത് a നോട്ടിന്റെ വാല്യൂ. ഇനി an എന്താണ്? an നമ്മൾ പഠിച്ചതാണ്. an എന്ന് പറഞ്ഞാൽ 1 by L. 1 by L എന്ന് പറഞ്ഞാൽ 1 by 1 -1 to 1 f of x into cos n pi x by L. L എന്ന് പറഞ്ഞാൽ 1 ആണ് dx. ഇനി എന്ത് വരും? which is equal to an is equal to integral -1 to 1 ഇവിടെ എന്ത് വരും? f of x into cos n pi x. n pi x by L എന്നുള്ളത് ആരാ? 1 ആണ്. അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. dx ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? -1 to 1 വരെ എല്ലാ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. -1 to 0 വരെ 0യും 0 to 1 വരെ ആരുമാണ്? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ -1 to 0 f of x എന്ന് പറഞ്ഞാൽ ആരാ? 0 ആണ്. cos n pi x dx പ്ലസ് ഇന്റഗ്രൽ 0 to 1 f of x എന്ന് പറഞ്ഞാൽ ആരാ? 1 ആണ്. 1 into cos n pi x dx n pi x dx. ഇവിടെ എന്ത് വരും? which is equal to ഇതിന്റെ ആൻസർ 0 ആണ്. ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 cos n pi x dx. ഇനി cos n pi x dx എന്ന് പറഞ്ഞാൽ ആരാ? ഇന്റഗ്രൽ cos x എന്ന് പറഞ്ഞാൽ ആരാ? sin x ആണ്. അപ്പൊ ഇന്റഗ്രൽ cos ax എന്ന് പറഞ്ഞാൽ ആരാ? sin x by a ആണ്. അപ്പൊ ഇന്റഗ്രൽ cos n pi x എന്ന് പറഞ്ഞാൽ എന്ത് വരും? sin n pi x by n pi. എന്ത് വരും? sin n pi x by n pi. ലിമിറ്റ് 0 to 1. ഇപ്പൊ എന്ത് ചെയ്യാ? 1 by n pi നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇപ്പൊ ഇവിടെ എന്ത് വരും? sin n pi x എന്ന് പറഞ്ഞാൽ എന്ത് വരും? sin n pi. n pi x എന്ന് പറഞ്ഞാൽ x ന്റെ ആരാ വരിക? 1 ആണ്. അപ്പൊ എന്ത് വരും? sin n pi 1. അപ്പൊ എന്ത് വരും? n pi എന്നാണ് വരിക. മൈനസ് sin 0 വരും. sin 0. ഇപ്പൊ ഇവിടെ എന്താ വരിക? n pi എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈന് നമ്മൾ ആദ്യം 1 കൊടുക്കും. n ന് 1 കൊടുക്കും. n ന് 1 കൊടുക്കുമ്പോൾ എന്താ? sin pi 0 ആണ്. ഇനി അതുപോലെ n ന് 2 കൊടുക്കുമ്പോൾ എന്താ? sin 2 pi അതും 0 ആണ്. sin n pi 0 ആണ്. ജനറലി sin n pi എന്താണ്? 0 ആണ്. കാരണം 3 കൊടുക്കുമ്പോൾ 3 pi 0 ആണ്, 4 pi 0 എല്ലാം 0 ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് 0 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 0 ആണ്. ഡെഫിനിഷൻ എന്താ? 1 by L. 1 by L എന്ന് പറഞ്ഞാൽ 1 by 1 ഇന്റഗ്രൽ -L to L. -L to L എന്ന് പറഞ്ഞാൽ ആരാ? -1 to 1 -1 to 1 f of x into sin n pi x by L. L ആരാ? 1 ആണ് dx which is equal to integral -1 to 1 f of x into sin n pi x dx which is equal to integral -1 to 0. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. എന്താണ്? -1 to 0 വരെ 0. അപ്പൊ എന്ത് വരും? 0 into
0 sin n pi x dx. പിന്നെ അത് വരും പ്ലസ് ഇന്റഗ്രൽ 0 to 1 into 1 ആണ് ഇവിടെ. അത് വരും sin n pi x by n n pi x dx. ഇതിന്റെ ആൻസർ 0 ആണ്. ഇതിന്റെ ആൻസർ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 sin n pi x എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ sin x എന്ന് പറഞ്ഞാൽ മൈനസ് cos x ആണ്. ഇനി ഇന്റഗ്രൽ ഇന്റഗ്രൽ sin ax എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് cos ax by a വരും. അപ്പൊ ഇവിടെ എന്ത് വരും? അതേപോലെ വരുമ്പോൾ എന്ത് ചെയ്യാം? മൈനസ് cos n pi x by n pi എന്ന് വരും. ലിമിറ്റ് 0 to 1. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് 1 by n pi നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? cos n pi into ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും 1 കൊടുക്കാം. ഇവിടെ എന്താണ്? cos n pi minus cos 0. cos n pi minus cos 0. bn is equal to എന്താണ്? cos n pi എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. n ന് 1 കൊടുക്കുമ്പോൾ cos pi. cos pi എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 1. n ന് 2 കൊടുക്കുമ്പോൾ 2 pi 1 ആണ്. അപ്പൊ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് കോസിന്റെ വാല്യൂ ഇവിടെ 1 ഉം ഇവിടെ മൈനസ് 1 ആണ്. ഇവിടെയാണ് എന്ത് വരിക? 0 വരിക. ഇവിടെ പൈ വരും, ഇവിടെ 2 pi വരും, ഇവിടെ 3 pi വരും, 4 pi വരും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ 1 മൈനസ് 1 1 മൈനസ് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? അതുകൊണ്ട് അതിന്റെ ആൻസർ നമുക്ക് കറക്റ്റ് ഇന്ന ആളെന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ എന്ത് വരും? മൈനസ് 1 by n pi into എന്താണ്? cos n pi മൈനസ് 1 എന്ന് വരും. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അത് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. എന്താണ്? bn is equal to എന്താണ്? 1 by n pi into 1 minus cos n pi. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a0 0 കിട്ടി, an 0 കിട്ടി, bn എന്താണ്? 1 by n pi into 1 minus cos n pi കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ കാണണം. എന്ത് കിട്ടി? a0 1 ആണെന്ന് കിട്ടി, an 0 ആണെന്ന് കിട്ടി, bn എന്താണ്? 1 by n pi into 1 minus cos n pi ആണെന്ന് കിട്ടി. ഇനി എന്താണ്? ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താ വരിക? f of x is equal to a0 1 ആണ്. അപ്പൊ എന്ത് വരും? 1 by 2 into 1 by 2 plus summation n equal to 1 to infinity. ആരാണ്? an ആണ്. an 0 ആണ്. അപ്പൊ ഈ ടേം കംപ്ലീറ്റ് 0 ആണ്. പിന്നെ ആരുള്ളത്? bn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 1 by n pi into 1 minus cos n pi into എന്താണ്? sin n pi x എന്ന് വരും. ഇനി ഇവിടെ എന്താണ്? നമ്മളിവിടെ എന്നിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ചേഞ്ചസ് വരുന്ന ആളെ മാത്രം അതിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. 1 pi pi എന്ത് ചെയ്യില്ല? ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ അതിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. എന്തൊരു 1 by 2 plus 1 by pi into summation n equal to 1 to infinity 1 by n into 1 minus cos n pi into sin n pi x. ഇനി എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which is equal to 1 by 2 plus 1 by എന്നല്ല 1 by pi. എഴുതിയത് മാറിപ്പോയതാണ്. 1 by 1 അല്ല 1 by pi. 1 by pi into ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ? 1 കൊടുക്കുമ്പോൾ എന്തെങ്കിലും 1 by 1 1. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ എന്താ? 1 cos n pi. cos n pi എന്ന് പറയുന്നത് cos 1 pi ആവും. cos pi എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 1 ആണ്. അപ്പൊ 1 മൈനസ് മൈനസ് 1. അപ്പൊ എന്ത് വരും? 2 വരും. അപ്പോൾ എന്താ വരിക? 2. ഇത് മൊത്തമായിട്ട് 2. പിന്നെ എന്താ വരിക? sin എന്നിന് 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ pi x എന്ന് വരും. പ്ലസ് എന്നിന് 2 കൊടുത്താൽ എന്താ വരിക? 1 by 2. പിന്നെന്താ? 1 മൈനസ് cos 2 pi എന്ന് വരും. cos 2 pi എത്രയാ? 1 ആണ്. അപ്പൊ എന്ത് വരും? 1 മൈനസ് 1 0 ആണ്. അപ്പൊ മൊത്തമായിട്ട് 0 പ്ലസ് 1 by 3 into ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? 1 3 കൊടുക്കുമ്പോൾ എന്താ വരിക? 1 by 3 into 1 മൈനസ് cos 3 pi. cos 3 pi എന്ന് പറഞ്ഞാൽ എന്താ? cos 3 pi എന്ന് പറഞ്ഞാൽ മൈനസ് 1. അപ്പൊ അത് വരും ഇവിടെ 2 വരും. 2 into sin 3 pi x എന്ന് വരും. പ്ലസ് 1 by 4a into എന്നിന് 4 കൊടുക്കുമ്പോൾ 1 by 4a into cos 4 pi വരും. cos 4 pi എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. ഇവിടെ എന്ത് വരും? 0 പ്ലസ് എന്ത് വരും? 1 by 5a into എന്താണ്? ഇവിടെ നമ്മൾ 5 കൊടുക്കുമ്പോൾ എന്താ? 5 pi എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പൊ എന്ത് വരും? 1 മൈനസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 വരും.
സൈൻ 5 പൈ എക്സ്. ഒന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? 1/2 പ്ലസ് ഇവിടെയൊക്കെ എന്തുണ്ട്? 2 ഉണ്ട്. ഇപ്പൊ 2 കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? 2/π ഇൻറ്റു സൈൻ പൈ എക്സ് പ്ലസ് 1/3 ഇൻറ്റു സൈൻ 3π എക്സ്. പിന്നെന്താ വരിക? പ്ലസ് 1/5 ഇൻറ്റു സൈൻ 5π എക്സ് എന്ന് വരും. പ്ലസ് എക്സെട്ര. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഫംഗ്ഷന്റെ എന്താണ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈനിന്റെ ടേമിലുള്ള സൈൻ സീരീസ് ആണ്. സൈൻ ഫംഗ്ഷന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഫോർ ദ 4 പീരിയോഡിക് ഫംഗ്ഷൻ. 4 പീരിയോഡിക് ഫംഗ്ഷൻ f of x is equal to 0, -2 less than or equal to x less than 0, k less than or equal to x less than 2 ആണ്. അപ്പൊ -2 to 2 വരെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. -2 to 2 വരെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ പീരിയഡ് എന്താണ്? 4 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് തന്നിരിക്കുന്നുണ്ട് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? here 2l is equal to എന്താണ്? 4 ആണ്. 2l 4 ആണെങ്കിൽ l എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 ആണ്. അപ്പോ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താണ്? ബൈ ഡെഫിനിഷൻ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താ വരിക? f of x is equal to എന്താണ്? a0/2 പ്ലസ് സമ്മേഷൻ n equal to 1 to infinity an cos n pi x by l plus bn sin n pi x by l. ഇത് ഇതിന്റെ ഉള്ളിലുള്ളതാണ്. സൈനിന്റെ ഉള്ളിൽ റീഡ് ചെയ്യേണ്ട. l ഇവിടെ എന്താണ്? 2 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? a0 നമുക്ക് ആദ്യം കാണാം. a0 is equal to 1/LA into ഫോർമുലയാണ് 1/LA into -l to LA f of x dx ആണ്. which is equal to integral 1/L എന്ന് പറഞ്ഞാൽ എന്താ? 1/L എന്ന് പറഞ്ഞാൽ 1/2 into -l എന്ന് പറഞ്ഞാൽ ആരാ? -2 to 2 f of x dx which is equal to 1/2 into നമുക്ക് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം -2 to 0 വരെ ഒരു വാല്യൂ, 0 to 2 വരെ വേറൊരു വാല്യൂ ആണ്. അപ്പൊ എന്ത് വരും? -2 to 0 f of x dx plus integral 0 to 2 f of x dx which is equal to 1/2 into എന്താണ്? -2 to 0. -2 to 0 എന്താണ്? വാല്യൂ 0 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? -2 to 0 f of x ന്റെ വാല്യൂ 0 dx plus integral 0 to 2 k dx ആണ്. -2 to 0 0 ആണ് ആൻസർ. 0 to 2 എന്താണ്? k ആണ് ആൻസർ. നമ്മൾ കൊടുത്തു. ഇവിടെ എന്ത് വരും? വാല്യൂ is equal to 1/2 into 0 dx എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? 0 ആണ്. ഓക്കെ, ഇവിടെ ആൻസർ 0 ആണ്. പ്ലസ് k ഔട്ട്സൈഡ് ആണ്. ഇതിന് ഇന്റഗ്രൽ എന്താ വരിക? dx എന്ന് പറഞ്ഞാൽ x ആണ്. ലിമിറ്റ് 0 to 2 ആണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? therefore a0 is equal to ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 minus 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/2 into 2k എന്ന് വരും. ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? ആൻസർ k ആണ്. എന്ത്? a0ന്റെ വാല്യൂ എന്ന് പറയുന്നത് k ആണ്. a0ന്റെ വാല്യൂ k ആണ്. ഇനി ഇതേപോലെ നമ്മൾ ആരെ കണ്ടുപിടിക്കണം? an. By definition an എന്താണ്? an is equal to 1/L into integral -L to LA f of x into cos n pi x by L ആണ്. cos n pi x by LA dx. ഇവിടെ നമ്മൾ ഫോർമുല കൊടുക്കുന്നു. അപ്പൊ L എന്താണ്? 2 ആണ്. അപ്പൊ 1/2 into integral -2 to 2 f of x നമുക്ക് കൊടുക്കാം. f of x into എന്ത് വരും? cos n pi x by 2 cos n pi x by 2 dx. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണം. കാരണം -2 to 2 വരെ ഒറ്റ ഇതിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യില്ല, രണ്ട് പാർട്ടീഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/2 into എന്താണ്? ഇന്റഗ്രൽ -2 to 0 ആണ്. അതിന്റെ ഇടയിലുള്ള ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. cos n pi x by 2 അല്ലെങ്കിൽ n/2 x ആണ് dx പ്ലസ് ഇന്റഗ്രൽ 0 to 2 അടുത്ത എന്താണ്? k ആണ്. ഈ ഭാഗത്ത് k ആണ്. അപ്പൊ എന്ത് വരും? k into എന്താണ്? cos n pi x by 2 dx എന്ന് വരും.
which is equal to 1 by 2 into ഇതിന്റെ ആൻസർ 0 ആണ്. ഇവിടെ വരുമ്പോൾ എന്ത് വരും 0 plus k into ഇതിന്റെ ആൻസർ എന്താ വരിക ഇന്റഗ്രൽ cos n pi x by 2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് cos x എന്ന് പറഞ്ഞാൽ sin x ആണ്. അപ്പൊ ആൻസർ എന്ത് വരും സൈനിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്റഗ്രേഷനിൽ കൂടുതലും നമ്മൾ എന്താണ് ഇങ്ങനെ ഈ ഫൊറിയറിന്റെ ഇന്റഗ്രേഷനിൽ കൂടുതലും നമ്മൾ കാണുന്നത് ആരാ cos x ന്റെയും sin x ന്റെയും ഇന്റഗ്രൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും sin n x by 2 by എന്ത് വരും n pi by 2 n pi by 2 വരും. പിന്നെ എന്ത് വരും ഇവിടെ ലിമിറ്റ് 0 to 2 വരും. ഇതിന്റെ sin n pi x by 2 by n pi by 2 വരും. ഇനി ഇവിടെ എന്താ വരിക which is equal to 1 by 2 into which is equal to 1 by 2 into ആരാ വരിക ഇവിടെ k ഉണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. അപ്പൊ ഡിനോമിനേറ്റർ ഉള്ളതിന്റെ റെസിപ്രോക്കൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും 2 by n pi വരും. 2 by n pi. ഇനി ഇതിന് ലിമിറ്റ് നമുക്ക് കൊടുക്കാം. ഇതിന്റെ ഉള്ളിൽ ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആർക്കാ ലിമിറ്റ് കൊടുക്കുക 2 കൊടുക്കുക. എന്ത് വരും sin n pi into 2 by 2 മൈനസ് sin 0 എന്ന് വരും. കാരണം 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആണ്. എന്ത് വരും മൈനസ് sin 0 which is equal to e 2 ക്യാൻസൽ ചെയ്താൽ k by n pi into എന്താണ് e 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും sin n pi മൈനസ് sin 0. ഇനി sin n pi ന്റെ വാല്യൂ എന്താണ് നമുക്കറിയാം. sin n pi എന്താണ് 0 ആണ്. കാരണം n കൊടുക്കുമ്പോൾ n ന് 1 കൊടുക്കുമ്പോൾ sin pi 0, n ന് 2 കൊടുക്കുമ്പോൾ 2 pi 0, sin 3 കൊടുക്കുമ്പോൾ 3 pi, അങ്ങനെ എല്ലാം എന്താണ് 0 ആണ്. അപ്പൊ ഇതിന്റെ an ന്റെ വാല്യൂ എന്താണ് an is equal to 0. അപ്പോ a0 കിട്ടി, an കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം bn ആണ്. സിമ്പിൾ ആയിട്ട് bn കണ്ടെടുക്കാം. bn എന്ന് പറഞ്ഞാൽ എന്താണ് ബൈ ഡെഫിനിഷൻ bn is equal to 1 by l into minus l to l f of x into sin n pi x by l dx എന്ന് വരും. അപ്പൊ എന്ത് വരും bn is equal to 1 by l. എല്ലാരാണ് 2 ആണ്. അപ്പൊ എന്ത് വരും 1 by 2 into integral minus 2 to 2 f of x into എന്താണ് sin n pi x by 2 sin n pi x by 2 into dx. sin n pi x by 2 ആണ്. ഇനി ഇതില് എന്ത് വരും നമ്മള് എന്ത് കൊടുക്കണം f of x ന് വാല്യൂസ് 0 k ആണ്. രണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ എഴുതാം. which is equal to 1 by 2 into എന്ത് വരും ഇന്റഗ്രൽ minus 2 to 0 f of x ന്റെ വാല്യൂ എന്താണ് 0 into sin n pi x by 2 0 ആണ് dx പ്ലസ് എന്താണ് ഇന്റഗ്രൽ 0 to 2 k into sin n pi x by 2 dx which is equal to bn 1 by 2 into എന്താണ് ഇതിന്റെ ആൻസർ 0 ആണ്. ഇനി ഈ ആൻസർ എടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക k ആണ്. k ഇനി ഇവിടെ വരുമ്പോൾ എന്ത് വരും ഇന്റഗ്രൽ 0 to 2 sin n pi x by 2 dx എന്നാണ് വരിക. ഇനി sin n pi x by 2 sin n pi x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇന്റഗ്രൽ sin x എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് cos x എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് വരും ഇന്റഗ്രൽ sin n pi x by 2 എന്ന് പറഞ്ഞാൽ മൈനസ് വരും. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താ വരിക bn is equal to എന്താണ് 1 by 2 into ഈ k വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റും. അപ്പൊ വേണേലും എന്ത് ചെയ്യാം k by 2 എന്ന് കൊടുക്കാം. k by 2 into ഇവിടെ എന്ത് വരും മൈനസ് cos n pi x by 2 by n pi by 2 0 to 2 വരും. ഇനി നമ്മള് ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ ഇത് ഡിനോമിനേറ്ററിലാണ്, അതിന്റെ റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ ചെയ്താൽ k by 2 into എന്താണ് 2 by n pi എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. ഇവിടെ എന്താണ് ഒരു മൈനസും പുറത്തെടുക്കുക. അപ്പൊ എന്ത് വരും cos n pi x by 2 0 to 2.
ഇനി ഇവിടെ വാല്യൂ കൊടുത്താൽ എന്ത് വരും? bn is equal to minus k by n pi into എന്താ ആൻസർ വരിക? ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? ഇവിടെ cos n pi into 2 by 2 minus cos 0 വരും. Therefore bn is equal to എന്താ വരിക? minus k by n pi into ഈ 2 ഉം 2 ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? cos n pi minus cos 0. cos n pi minus cos 0 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 0 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ മൈനസ് ഉള്ളിൽ കൊടുത്താൽ എന്ത് വരും? cos 0 minus cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് എന്ത് വരും? cos n pi എന്ന് വരും. ഇതാണ് ഇത് നമ്മളുടെ ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടി a നോട്ട് എന്ന് പറഞ്ഞാൽ k, a എന്ന് പറഞ്ഞാൽ 0, അതുപോലെ എന്താണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് k by n pi into 1 minus cos n pi എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? f of x എന്ന് പറഞ്ഞാൽ എന്താ വരിക? f of x is equal to k by 2 plus summation n equal to 1 to infinity an 0 ആണ്. അപ്പൊ ബി എന്നിൽ എന്താ വരിക? മൈനസ് k by n pi into എന്താണ്? സോറി, മൈനസ് കെ ഇല്ല, കാരണം നമ്മളിത് കൊടുത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മൈനസ് കെ ഇല്ലല്ലോ, കാരണം 1 മൈനസ് കോസ് എൻ പൈ എഴുതിയതുകൊണ്ട് മൈനസ് കെ ഇല്ല. ഓക്കെ, എന്താണ്? എൻ പൈ ഇൻറ്റു എന്താണ്? 1 മൈനസ് കോസ് എൻ പൈ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ അല്ല, എന്താണ്? 2 ആണ്. ഇവിടെ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ 2 പ്ലസ് ഇതിൽ നമുക്ക് ലിമിറ്റ് എഫക്ട് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ പുറത്തെടുക്കാം. അപ്പൊ ആര് വരും? കെ ബൈ പൈ പുറത്ത് വരും. ഇനി എന്താണ്? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് എൻ പൈ ഇൻറ്റു എന്താണ്? സൈൻ എൻ പൈ എക്സ് ബൈ 2. ഇതിന് മുന്നിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ 2 പ്ലസ് കെ ബൈ പൈ ഇൻറ്റു ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 1 മൈനസ് കോസ് എൻ പൈ. എന്നിന് 1 കൊടുത്താൽ എന്താ വരിക? കോസ് എന്നിന് 1 കൊടുത്താൽ കോസ് പൈ. കോസ് പൈ എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് 1 ആണ്. മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് മൈനസ് 1. അപ്പൊ എന്താ വരിക? 2 ആണ് വരിക. 2 ഇൻറ്റു എന്ത് വരും? സൈൻ ഇവിടെ എന്ത് വരും? വാല്യൂ കൊടുക്കുമ്പോൾ എന്നിനാണ് നമ്മൾ 1 കൊടുക്കുന്നത്. അപ്പൊ എന്ത് വരും? സൈൻ പൈ ബൈ 2 എക്സ് പ്ലസ് എന്നിന് നമ്മൾ 2 കൊടുത്താൽ എന്താ വരിക? കോസ് 2 പൈ. കോസ് 2 പൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ ആൻസർ 0 ആണ്. എന്ത് വരും? സോറി, ഇവിടെ എന്തെങ്കിലും ഒരു 1 ബൈ എൻ കൂടി ഉണ്ട്. ബൈ എൻ ആണ്. ബൈ എൻ. ഇവിടെ നമ്മൾ കെ ബൈ പൈ ആണ് എടുത്തത്. ഒന്നുകൂടെ നോട്ട് ചെയ്യുക, കെ ബൈ പൈ ആണ് നമ്മൾ പുറത്തെടുത്തത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? എൻ ഉണ്ട്. അപ്പൊ ആ എന്നിന് നമ്മൾ ഇവിടെ വരും. അപ്പൊ എന്താണ്? ഇവിടെ പ്രശ്നമില്ല, എന്നിന് 1 കൊടുക്കുമ്പോൾ എന്താണ്? 1 തന്നെയാണ്. പക്ഷെ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ 2 ഇൻറ്റു എന്താ വരിക? ഇതിന്റെ ആൻസർ 0 ആണ്. പ്ലസ് ഇനി നമ്മൾ എന്നിന് എന്ത് ചെയ്യാണ്? ഇതിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ എന്താ വരിക? 3 പൈ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പൊ എന്ത് വരും? 2 ബൈ 3 വരും. 3 പൈ കോസ് 3 പൈ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പൊ 1 മൈനസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 വരും. 2 ബൈ 3 ഇൻറ്റു എന്ത് വരും? ഇവിടെ സൈൻ 3 പൈ ബൈ 2 എക്സ് പ്ലസ് എന്നിന് 4 കൊടുക്കുമ്പോൾ എന്താ വരിക? കോസ് 4 പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 4 പൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അത് 0 വരും. അപ്പൊ എന്ത് വരും? 1 ബൈ 4 ഇൻറ്റു 0 എന്നാണ്. അടുത്തത് വരുമ്പോൾ എന്ത് വരും? പ്ലസ് 1 ബൈ 5 ഇൻറ്റു 5 കൊടുക്കുമ്പോൾ എന്താ വരും? ഇവിടെ 5 പൈ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പൊ എന്ത് വരും? 1 ബൈ 5 അല്ല, 2 ബൈ 5. 2 ബൈ 5 ഇൻറ്റു ആര് വരും? ഇവിടെ കോസ് 5 കൊടുക്കുമ്പോൾ സൈൻ 5 പൈ ബൈ 2 എക്സ്. ആൻസർ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ബൈ 2 പ്ലസ് കെ ബൈ പൈ ഇൻറ്റു എന്താ വരിക? ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെല്ലാം 2 ഉണ്ട്. 0 അല്ലാത്ത ടേമിലൊക്കെ 2 ഉണ്ട്. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2k എന്ന് പറയാ. അപ്പൊ എന്ത് വരും? സൈൻ പൈ ബൈ 2 എക്സ്. പിന്നെ ആര് വരും? പ്ലസ് 1 ബൈ 3 സൈൻ 3 പൈ ബൈ 2 എക്സ് പ്ലസ് 1 ബൈ 5 സൈൻ 5 പൈ ബൈ 2 എക്സ് പ്ലസ് എക്സ്. ഇതാണ് എന്ത്? ഈ ഫംഗ്ഷന്റെ ആര് വരിക? Fourier സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്? സൈൻ്റെ തന്നെയാണുള്ളത്. സൈൻ സീരീസ് ആയിട്ടാണ് കിട്ടുന്നതിൽ സൈൻ ഫംഗ്ഷന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.